ഹലോ, JEE മെയിൻ 2025 ഇൻ്റഗ്രേഷനിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇഫ് 5 ടൈംസ് എഫ് ഓഫ് റൂട്ട് 2 ഈക്വൽ ടു -4 ദെൻ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു. എഫ് ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 5 ടൈംസ് എഫ് ഓഫ് റൂട്ട് 2 തന്നിട്ടുണ്ട്, -4 ആണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് സ്ക്വയറിനെ ടി എന്ന് പറഞ്ഞ് വിളിക്കാം. റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് 3 മൈനസ് എക്സ് സ്ക്വയറിനെ എന്ത് വിളിക്കാം? ടി സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ എക്സ് സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 മൈനസ് ടി സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണ്. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2 ജസ്റ്റ് നമുക്ക് വിളിക്കാം. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ്. അതിന് ഞാൻ ഈ എഫ് ഓഫ് എക്സിനെ ഒന്ന് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാമെന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കിക്കോണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുക്കുവാണ്. 3 മൈനസ് എക്സ് സ്ക്വയറിന് ഞാനൊന്ന് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2x dx ഈക്വൽ ടു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 2t dt. ഓക്കെ ആണല്ലോ? ഇതിൽ നിന്ന് ഞാനൊന്ന് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഈ 2ഉം കട്ട് ചെയ്ത് കളയാം. എക്സ് ഡി എക്സ് ഈക്വൽ ടു -t dt. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആക്കി എടുക്കാം. ഇനി അത് എഫ് ഓഫ് എക്സ് എഴുതാൻ പോണ നോക്കിക്കോണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറിന് പകരം നോക്കിയേ 3 മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതാം. 3 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് എക്സ് സ്ക്വയറിന് എനിക്ക് എന്തെഴുതാം? ടി എന്ന് എഴുതാം. ഇൻറ്റു എക്സ് ഡി എക്സ് നോക്കിയേ. എക്സ് ഡി എക്സ് എന്താണ്? -t dt ആണ്. ഇൻറ്റു -t dt. ഓക്കെ ആണല്ലോ? ഈക്വൽ ടു ഈ മൈനസ് ഞാൻ ഇൻ്റഗ്രൽ സൈന് വെളിയിലോട്ട് എടുക്കുവാണ്. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 3 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു ടി സ്ക്വയർ ഡി ടി. ഓക്കെ ആണല്ലോ? നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഈക്വൽ ടു മൈനസ് ഇതിന് ഞാൻ എന്ത് ചെയ്യാം? ഈ ടി സ്ക്വയറിനെ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3t സ്ക്വയർ മൈനസ് ടി റൈസ്ഡ് ടു 4 dt. ഇൻ്റഗ്രേഷൻ ചെയ്യണവേ. ഓക്കെ, ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈക്വൽ ടു ഈ മൈനസ് ഉള്ളിലോട്ട് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി റൈസ്ഡ് ടു 4 ആദ്യവും മൈനസ് 3t സ്ക്വയർ, അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേണം ഞാനത് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റെപ്പിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്താണ് ഫുൾ സ്റ്റെപ്പ് നമ്മൾ എഴുതി പോണത്. അപ്പോൾ ഇൻ്റഗ്രൽ ടി റൈസ്ഡ് ടു 4 മൈനസ് 3t സ്ക്വയർ ഇൻറ്റു ഡി ടി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുന്നത് നോക്കിക്കോണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടി റൈസ്ഡ് ടു 5/5 മൈനസ് ടി ക്യൂബ് പ്ലസ് സി. ഓക്കെ ആണല്ലോ?
അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്ത് ആ ടീൻ്റെ ടേംസിൽ കിട്ടി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ടി എവിടെ, ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 - x² അല്ലേ. അപ്പോൾ നമുക്കതിനെ 3 - x² ഹോൾ റേസ്ഡ് ടു 1/2 എന്ന് എഴുതാം. ഇതിൻ്റെ ഹോൾ റേസ്ഡ് ടു 5 ആണ് വേണ്ടത്. ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 - x² ഹോൾ റേസ്ഡ് ടു 1/2 ഹോൾ റേസ്ഡ് ടു 3. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു 3 - x² ഹോൾ റേസ്ഡ് ടു 5/2 ബൈ 5 മൈനസ് 3 - x² ഹോൾ റേസ്ഡ് ടു 3/2. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 5 ടൈംസ് എഫ് ഓഫ് റൂട്ട് 2 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എഫ് ഓഫ് റൂട്ട് 2 എന്ന് എഴുതാം. എഫ് ഓഫ് റൂട്ട് 2 എന്ത് വരും, എഫ് ഓഫ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ -4/5 വരത്തില്ലേ, ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം റൂട്ട് 2 കൊടുത്താൽ മതി. അപ്പോൾ 3 - x² എന്ന് പറയുമ്പോൾ 3 - റൂട്ട് 2ൻ്റെ സ്ക്വയർ. എന്താണ് 3 - 2 ആണ്. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 റേസ്ഡ് ടു 5/2 എന്ന് പറയുമ്പോൾ അത് 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1/5 വരും. മൈനസ് 3 - x² എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് 2ൻ്റെ സ്ക്വയർ ആണ്. റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 3 - 2 1 വരും. 1 റേസ്ഡ് ടു 3/2 എന്ന് പറയുന്നത് എന്താണ്, 1 തന്നെയാണ്. പ്ലസ് ഇവിടെ ഒരു സി ഉണ്ട്, നമ്മൾ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -4/5 ഈക്വൽ ടു 1/5 - 1 എത്രയാണ്, അതും എന്താണ്, അത് -4/5 തന്നെയാണ്. പ്ലസ് സി എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ എന്ത് കിട്ടൂടാ, സി ഈക്വൽ ടു 0. സി എന്താണ്, 0 ആണ്. സി 0 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഇതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സിന് പകരം 1 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3 - 1² എന്ന് പറയുമ്പോൾ 2² അല്ലേ, സോറി 3 - 1² എന്ന് പറയുമ്പോൾ 2 റേസ്ഡ് ടു 5/2 ബൈ 5. ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഈ ഇക്വേഷനാണ്, ശ്രദ്ധിച്ചോണേ. ഇവിടെ നമ്മൾ 3 - x², എക്സിന് എന്ത് ചെയ്തു, 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 - 1² എന്ന് വെച്ചാൽ 3 - 1 ആണ്. 3 - 1 2 ആണ്. 2 റേസ്ഡ് ടു 5/2 ബൈ 5 എന്ന് എഴുതി. മൈനസ് 3 ഇതെന്താണ്, ഇവിടെ 2 വരും. 2 റേസ്ഡ് ടു 3/2. സി എന്താണ്, 0 ആണ്. നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിയേ, 2 റേസ്ഡ് ടു 5/2, 2 റേസ്ഡ് ടു 3/2. ഇതിൽ നിന്ന് ഞാൻ 2 റേസ്ഡ് ടു 3/2 കോമൺ എടുക്കാം. ബാക്കി എന്ത് വരും, ഇൻറ്റു 2 റേസ്ഡ് ടു 2/2 ബൈ 5 മൈനസ് 1. ഈ സ്റ്റെപ്പിൽ ചെറിയ കൺഫ്യൂഷൻ വരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഈക്വൽ ടു ഇതിന് 2 റേസ്ഡ് ടു 3/2ന് നമുക്ക്, ഞാൻ വേണേൽ സ്റ്റെപ്പ് എഴുതി തന്നേക്കാം, പ്രശ്നമില്ല. 2 റേസ്ഡ് ടു 1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 2 റേസ്ഡ് ടു 2/2. 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണല്ലോ. അപ്പോൾ 2 റേസ്ഡ് ടു 1 2 തന്നെയാണ്. ബാക്കി ഇവിടെ 2/5 മൈനസ് 1 എന്ന് വരും. ഈക്വൽ ടു 2 റേസ്ഡ് ടു 1/2. ഏത് നമ്പർ റേസ്ഡ് ടു 1/2 ആണെങ്കിലും അതെന്താണ്, റൂട്ട് 2 ആണ്. റൂട്ട് 2ൻ്റെ ക്യൂബ് ഇൻറ്റു 2/5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ
-3/5 വരും. ഓക്കെ, ഈക്വൽ ടു √2 ക്യൂബ് എന്ന് വെച്ചാൽ √2 ഇൻറ്റു √2 ഇൻറ്റു √2. അപ്പോൾ നമുക്ക് 2√2 എന്ന് കിട്ടും. 2√2 ഇൻറ്റു -3/5 ഈക്വൽ ടു, നോക്കിയേ, 3 ഇൻറ്റു 2 6. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -6√3/5. ഓക്കെ അല്ലേ? നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നല്ലേ. √2 ⁻³ 3 എന്ന് പറഞ്ഞാൽ 2√2 ആണല്ലേ? 2√2 ആണ് അല്ലേ? √2 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പം ഇവിടെ എന്ത് വരും? ഇവിടെ √2 വരും. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ -6√2/5 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. അത് നമ്മളെന്താണ്, അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് നമ്മൾ എഴുതിയത് കൊണ്ടാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെ മനസ്സിലാകണമെന്നില്ല. ചിലർക്ക് ചില സ്റ്റെപ്പിലൊക്കെ ഡൗട്ടുകൾ വന്നേക്കാം. അപ്പം നമ്മളെല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മളെന്താണ് ഫുൾ സ്റ്റെപ്പ് എഴുതിയത്. ഇനി ഇതിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരെന്ത് ചെയ്താൽ മതി, ആ വീഡിയോ സ്പീഡിലിട്ടിട്ട് കണ്ടാൽ മതി, പ്രശ്നമില്ല. അപ്പം എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളെന്താണ് സ്റ്റെപ്പ് ഫുൾ എഴുതി കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തത്. സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്താൽ മതി. ബാക്കി സിമ്പിൾ ഇൻറ്റഗ്രേഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ.